വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബൾക്ക് വാട്ട്സ്ആപ്പ് സോഫ്റ്റ്വെയർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അതാണ് നമ്മുടെ ഈ ഒരു കമ്പ്യൂട്ടറിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ബൾക്ക് വാട്ട്സ്ആപ്പ് കമ്പ്യൂട്ടർ ഓൺലി ബൾക്ക് വാട്ട്സ്ആപ്പ് സോഫ്റ്റ്വെയർ. ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ യൂസിങ് വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒരു 1 സ്റ്റെപ്സിന്റെ ഉള്ളിൽ വളരെ സിമ്പിളായിട്ട് ബൾക്ക് വാട്ട്സ്ആപ്പ് ക്യാമ്പെയിൻസ് ഒക്കെ റൺ ചെയ്യാം. ഇതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് നമ്മുടെ വാട്ട്സ്ആപ്പ് കൂടെ കണക്ട് ചെയ്യണം. വാട്ട്സ്ആപ്പ് ഓപ്പൺ വാട്ട്സ്ആപ്പ് എന്നുള്ള ഒരു ഇത് കൊടുത്തിട്ട് നമ്മുടെ വാട്ട്സ്ആപ്പ് കൂടെ കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വാട്ട്സ്ആപ്പ് സ്കാൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ലോഡിംഗ് പറഞ്ഞിട്ട് വരും. നമ്മുടെ ഫോണിലും അവിടെ ലോഡിംഗ് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ നമ്മളത് പെട്ടെന്ന് ബാക്ക് അടിച്ച് പോകരുത്. അവിടെ വെയിറ്റ് ചെയ്യണം. കഴിഞ്ഞാൽ ലോഡിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാട്ട്സ്ആപ്പ് കൂടെ കണക്ട് ആയിട്ടുണ്ട്. വാട്ട്സ്ആപ്പ് കണക്ട് ആയി കഴിഞ്ഞാൽ ഇവിടെ റെഡി എന്ന് കാണിക്കും. അതുവരെ ഇവിടെ ലോഗ്ഡ് ഓഫ് എന്നായിരിക്കും കാണിക്കുന്നുണ്ടാവുക. വാട്ട്സ്ആപ്പ് കണക്ട് ആയി കഴിഞ്ഞാൽ റെഡി എന്ന് കാണിക്കും. ഇനി പല സമയത്തും നമ്മളിത് സോഫ്റ്റ്വെയർ നമ്മൾ പിന്നീട് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്തും നമുക്ക് ഇതേപോലെ ഇവിടെ ചിലപ്പോൾ ലോഗ്ഡ് ഓഫ് എന്ന് കാണിക്കും. ഇപ്പൊ നമ്മള് വീണ്ടും പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ഓൺ ആക്കുമ്പോൾ ഇവിടെ ഇതേപോലെ ലോഗ്ഡ് ഓഫ് എന്ന് കാണിക്കും. അപ്പോൾ നിങ്ങൾ ഓരോ സമയവും ഇത് എന്തെങ്കിലും ആണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നേരെ ഈ ഓപ്പൺ വാട്ട്സ്ആപ്പ് പോവുക. ഇവിടെ ഒന്ന് ലോഡിംഗ് ടൈം എടുക്കും. ഈ ലോഡിംഗ് കംപ്ലീറ്റ് ആയി വാട്ട്സ്ആപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ റെഡി എന്ന് വരും. ഓക്കെ. റെഡി എന്ന് വന്നു കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ആരും കുറെ കസ്റ്റമേഴ്സ് പാനിക് ആവുന്നത് കാണാറുണ്ട്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ വാട്സാപ്പ് നമ്മൾ കണക്ട് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബൾക്ക് മെസ്സേജ് അയക്കാൻ ആവശ്യമായിട്ടുള്ള നമ്പർ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മളിവിടെ കുറച്ച് നമ്പേഴ്സ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ 10 നമ്മൾ കുറച്ച് നമ്പേഴ്സ് ഇതിപ്പോ ഞാൻ ടെക്സ്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇതിൽ നിന്നാണ്. ഇനിയിപ്പോൾ എക്സലോ ഏത് ടൈപ്പ് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ച് ഇതുപോലത്തെ ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഇങ്ങനത്തെ ഒരു ലിസ്റ്റ് അത് ടെക്സ്റ്റ് ആവട്ടെ, എക്സൽ ആവട്ടെ, ആഹ്, ഇങ്ങനെ ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഈ ഒരു ലിസ്റ്റ് നമുക്ക് നേരെ ഒറ്റ ക്ലിക്കിൽ കോപ്പി ചെയ്തിട്ട് നമുക്ക് സോഫ്റ്റ്വെയറിൽ കൊടുത്തിട്ട് ഇവിടെ ഈ ഒരു സെൻട്രൽ ഓപ്ഷനിൽ വരിക. ഇവിടെ 3 ലൈന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇമ്പോർട്ട് ഫ്രോം ഫയലും ഉണ്ട്. മാനുവൽ ഇമ്പോർട്ടും ഉണ്ട്. ഫയലിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ പറഞ്ഞുതരാം. മാനുവലായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. പേസ്റ്റ് കൊടുക്കുക. ഓക്കെ. ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കിട്ടും. നമ്മൾ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വന്ന നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇവിടെ നിന്ന് എന്ത് ചെയ്യുള്ളൂ, റിമൂവ് ആയിക്കോളും. ഇമ്പോർട്ട് നമ്മളിവിടെ നമ്പേഴ്സ് ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വാട്സപ്പ് കണക്ട് ചെയ്തു. മെസ്സേജസ് അയക്കാനുള്ള നമ്പറുകൾ ആഡ് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്കുള്ള മാറ്ററുകൾ ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് റാൻഡായിട്ട് ഇവിടുന്ന് തന്നെ ജസ്റ്റ് ആൾക്കാർക്ക് പോവേണ്ടതായിട്ടുള്ള ഈ ഒരു നമ്പറുകളിലേക്ക് പോകേണ്ടതായിട്ടുള്ള മാറ്ററുകൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ ടൈപ്പ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിലുള്ള വാട്സപ്പിൽ നിങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച മാറ്ററുകൾ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തൊരു മാറ്ററാണ്. ഞാനിപ്പോൾ നേരെ ഈ വാട്സപ്പ് എടുത്തു. ഇതിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മാറ്ററാണ്. ഞാൻ നേരെ ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൽ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്തു. ഓക്കെ. ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച മാറ്റർ കോപ്പി പേസ്റ്റ് ചെയ്തു ആണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇനി ഇതല്ല ഇതിപ്പോൾ നമുക്ക് 2 ടൈപ്പിൽ ഇത് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് സിമ്പിൾ മെസ്സേജ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഞങ്ങൾക്ക് ഒരു ഇമേജും അതിൻ്റെ ക്യാപ്ഷൻ ആയിട്ടാണ് പോകേണ്ടത്. ഇപ്പോൾ ഈ ഒരു വാട്സപ്പ് നോക്കിയാൽ കാണാൻ പറ്റും. ഇതൊരു ഇമേജും ഒരു ക്യാപ്ഷൻ ആയിട്ടാണ് മെസ്സേജ് പോയിട്ടുള്ളത്. നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മെസ്സേജ് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് മെസ്സേജ് പോവുക. ജസ്റ്റ് ടെക്സ്റ്റ് ആയിട്ടാണ് നമുക്ക് മെസ്സേജ് പോവുക. നേരെ മറിച്ച് നമ്മൾ ആഹ് ഇതുപോലെ നമുക്ക് മെസ്സേജ് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഇമേജും അതിന് ക്യാപ്ഷനായിട്ട് ടെക്സ്റ്റ് ആയിട്ട് ഇങ്ങനെയാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഈ ഒരു മാറ്റർ കോപ്പി ചെയ്തു. എന്നിട്ട് നമ്മൾ ഇവിടെ അല്ല കൊടുക്കേണ്ടത്. ഇവിടെ താഴെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ. ആദ്യം നമ്മൾ ഇമേജ് കൊടുക്കുക. അറ്റാച്ച് ഫയൽ. നമുക്കിവിടെ ഫയൽസ് പല രീതിയിൽ അറ്റാച്ച് ചെയ്യും. ഫോട്ടോ ആഡ് ചെയ്യാൻ പറ്റും. ഓഡിയോ മെസ്സേജ്, വീഡിയോ, PDF, ഡോക്യുമെന്റ്സ് ഒക്കെ ചെയ്യാം. ഓക്കെ. ഈ ഒരു സോഫ്റ്റ്വെയറിൽ എല്ലാം 1 MB സൈസിൽ കുറവ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. 1 MBയിൽ താഴെയുള്ള ഫയലുകൾ മാത്രമാണ് ഇതിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അങ്ങനെ ഒരു ലിമിറ്റേഷൻ കൂടി നമ്മുടെ ഈ സോഫ്റ്റ്വെയറിനുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇവിടുന്ന് ഒരു ഫോട്ടോ അറ്റാച്ച് ചെയ്യുന്നു. നമ്മൾ നേരെ ഡൗൺലോഡ്സ് പോയി ഫോട്ടോ സെലക്ട് ചെയ്തു ഓപ്പൺ ചെയ്തു. ഓക്കെ. ഇങ്ങനെയാണ് നമ്മൾ ഫോട്ടോ അറ്റാച്ച് ചെയ്യുന്നത്. ഫോട്ടോ അറ്റാച്ച് ചെയ്തു. നമുക്ക് നമ്മള് നമുക്ക് ഇങ്ങനെയാണ് മെസ്സേജ് പോകേണ്ടത്. ഇതേപോലെ ഈ ഒരു ഇമേജും അതിന്റെ ക്യാപ്ഷനായിട്ട് ഇങ്ങനെയാണ് നമുക്ക് മെസ്സേജ് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഇമേജിന് സെറ്റ് ക്യാപ്ഷൻ എന്ന് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള കണ്ടന്റ് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ കൊടുത്തു. അപ്പോൾ ഇമേജുമായി അതിന്റെ ക്യാപ്ഷനായി. ഇനി നമ്മൾ ഇവിടെ സെൻഡ് നൗ എന്ന് കൊടുക്കും. സെൻഡ് നൗ എന്ന് കൊടുക്കുമ്പോൾ നമ്മളെ പല കസ്റ്റമേഴ്സും ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ്. സേഫ് മോഡ് എന്നുണ്ടാവും, ബ്ലൈൻഡ് മോഡ് എന്നുണ്ടാവും. സേഫ് മോഡാണ്. സേഫ് മോഡ് എന്ന് കൊടുക്കുമ്പോൾ മെസ്സേജ് എല്ലാവർക്കും എത്തില്ല. കാരണം നിങ്ങൾ സേവ് ചെയ്ത നമ്പറുകളിലേക്ക് മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എത്തുള്ളൂ.
നമുക്ക് എല്ലാ നമ്പറുകളിലേക്കും സേവ് ചെയ്തതും സേവ് ചെയ്യാത്ത എല്ലാ നമ്പറിലേക്കും എത്തണമെങ്കിൽ ലൈന് മോഡ് ഓക്കെ. ഈ ഒരു ഇത് കൊടുത്തു. ഓക്കെ കൊടുത്തു. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മെസ്സേജസ് പോകുന്നത്. ഏകദേശം 12 നമ്പേഴ്സാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഇതില് നമുക്ക് നോക്കാം. ദാ ഈ ഒരു കണക്ട് ചെയ്തിട്ടുള്ള വാട്സാപ്പാണ്. ഈ നമ്പറുകളിലേക്കൊക്കെ ഇവിടെ മെസ്സേജ് പോകുന്നത് നിങ്ങൾക്ക് കാണാം. നമ്മള് പോലെ ടെക്സ്റ്റും അതിന് ക്യാപ്ഷനായിട്ടാണ് മെസ്സേജ് പോയിരുന്നത്. ഓക്കെ. ഇങ്ങനെയാണ് ഇതില് ബൾക്കായിട്ട് മെസ്സേജ് അയക്കുന്നത്. നമ്മുടെ മെസ്സേജസ് ഒക്കെ പോയി കഴിഞ്ഞു. യുവർ ക്യാമ്പയിൻ ഹാസ് ബീൻ ഡൺ എന്ന് പറഞ്ഞിട്ട് ഇത് കൂട്ട് വന്നു. മെസ്സേജസ് മൊത്തം പോയി കഴിഞ്ഞു. വാട്സാപ്പ് നോക്കി കഴിഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് മെസ്സേജസ് പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൽ ബൾക്കായിട്ട് മെസ്സേജ് അയക്കുന്നത്.